6 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് 12ാമത്തെ ആഴ്ച. അതെ, 4 പേര് രക്ഷപ്പെട്ടു. ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രക്ഷപ്പെട്ട 4 പേര് ആരൊക്കെയാണ്? ഋഷി, സിജോ, ജിൻഡോ, അർജുൻ. എന്താണ് അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ് പറയുന്നത്. 6 പേര് നോമിനേറ്റഡ് ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. നന്ദന, സായി, അഭിഷേക്, ശ്രീതു, ജാസ്മിൻ, നോറ, ഇവരിത്രയും പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത്. അതേസമയം ഋഷി, സിജോ, ജിൻഡോ, അർജുൻ ഇവർ സേവ് ആയിരിക്കുകയാണ്. അതെ, ഇവർ സേവ് ആയിരിക്കുകയാണ് ഈ 12th വീക്കിൽ. അപ്പോൾ സേവായ ഇവർ 4 പേരും ഡേ 91 വരെ എത്തും, ഉറപ്പാണ്. കാരണം ഈ ആഴ്ച എന്തായാലും ഇവർ 4 പേരിൽ ആരായാലും പുറത്ത് പോകത്തില്ലല്ലോ. പിന്നെ പുതിയ നോമിനേഷൻ വരുന്നത് ഡേ 85-ലാണ്. 85-ൽ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഔട്ട് ആവുന്ന എവിടെയാണ്? 91-ലാണ്. ഈ 91-ൽ നിന്ന് എല്ലാവരും കൂടെ ഔട്ട് ആവത്തില്ലല്ലോ. അപ്പം എന്തായാലും 90 ദിവസം തികയ്ക്കുന്ന ആളുകൾ ഋഷി തികയ്ക്കും, സിജോ തികയ്ക്കും, ജിൻഡോ തികയ്ക്കും, അർജുനും തികയ്ക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ 4 പേരും ഉറപ്പായി കഴിഞ്ഞു. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. നമുക്ക് ലൈവിൽ നോക്കാം. ചിലപ്പോൾ ലൈവിൽ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരം കൂടി കഴിയുമ്പോഴായിരിക്കും നോമിനേഷൻ വരുന്നത്. ഞാൻ അറിഞ്ഞത് ഈ 6 പേര് നോമിനേറ്റഡ് ആയെന്നാണ്. എനിക്ക് പക്ഷേ ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു നോമിനേഷനായിട്ട് തോന്നിയില്ല. കാരണം പുറത്ത് നിൽക്കുന്നവർ, നോമിനേഷനിൽ വരാത്ത ആൾക്കാർ ഈ നോമിനേഷനിലുള്ള ആൾക്കാരുടെ അത്രയും കളിക്കുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഒരു അൺഫെയർ എവിക്ഷൻ ഇപ്രാവശ്യവും നടക്കും. ഞാനിത് പ്രഡിക്റ്റ് ചെയ്ത സാധനം തന്നെയാണ്. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഋഷി, സിജോ, ജിൻഡോ, അർജുൻ, അതിനകത്ത് ജിൻഡോ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ കണ്ടന്റുകൾ കുറവാണ്. ജിൻഡോ എവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ സേവ് ആവും. കാരണം അത്ര മാസീവ് വോട്ട് ജിൻഡോയ്ക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പബ്ലിക് പോളൊക്കെ നോക്കിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, ശരാശരി. പിന്നെ ഋഷി, സിജോ, അർജുൻ തട്ടി മാറി നിൽക്കുവാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും വരണമായിരുന്നു. ഇവർ ബുദ്ധി പ്രയോഗിച്ച് കളിച്ചില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നോക്കാം. എന്തായാലും ലൈവിൽ വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരാം. ലൈവിൽ ഈ സാധനം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അപ്ഡേറ്റ് പ്രകാരം ഞാൻ അറിഞ്ഞതാണിത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.